പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമൻ എം.എൽ.എ സുപ്രീം കോടതിയെ സമീപിച്ചു. യു.ഡി.എഫ് സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ അപ്പീൽ തള്ളണമെന്നാണ് ഹർജിയിലുള്ളത്. നിലനിൽക്കുന്ന വാദങ്ങളല്ല അപ്പീലിലുള്ളതെന്ന് വാഴൂർ സോമൻ കോടതിയെ അറിയിച്ചു. ഡി ധനസുമോദ് വിവരണമായി ചേരുന്നു. സുമോദ്, എന്താണ് സോമന്റെ ആവശ്യം? വാഴൂർ സോമൻ എം.എൽ.എ നൽകിയിരിക്കുന്ന ഈ എതിർസത്യവാങ്മൂലത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ ഹർജിയിൽ, അതായത് അപ്പീൽ ഹർജിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കൃത്യമായി ഹൈക്കോടതി വിധിയിലുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറത്തു വന്നത്. പക്ഷേ വീണ്ടും ഈ കാതലായ നിയമപ്രശ്നങ്ങളൊന്നുമില്ലാതെ സുപ്രീം കോടതിയുടെ ഒരു സമയനഷ്ടം വരുത്താൻ വേണ്ടിയുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്, ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അപ്പീൽ എത്രയും വേഗം തള്ളണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹർജിയിൽ നേരത്തെ സിറിയക്ക് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ആ കോളത്തിലെ എല്ലാം പൂരിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ അത് വാഴൂർ സോമൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കുമ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും മത്സരിക്കുന്നതും. ഇത് ഇരട്ട പദവിയുടെ ഒരു ലംഘനമാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിയമപ്രശ്നത്തിലേക്ക് കടക്കാതെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അപ്പീൽ തള്ളിക്കളയണം എന്ന ആവശ്യമാണ് ഇപ്പോൾ വാഴൂർ സോമൻ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജിയായി സമർപ്പിച്ചിരിക്കുന്നത്.